പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഷിജി സജി. ഞാൻ കൂത്താട്ടോളം സെൻറ്റ് ജോൺസ് യാക്കോബായ ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഫെബ്രുവരി 2023 ഫെബ്രുവരി 4-ാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ ഒരു ജിം ട്രെയിനറായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു. എൻ്റെ ജീവിത പങ്കാളിക്ക് കടയാണ്. അപ്പോൾ ഞങ്ങൾ USA വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഞങ്ങളുടെ വിസ റിജക്ഷനായി. എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തായിരുന്നു. അപ്പം എല്ലാ രീതിയിലും ഞാനൊരു ബിഗ് സീറോയായിട്ട് നിൽക്കുമ്പോഴാണ് ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണേ. എൻ്റെ അമ്മാവൻ്റെ മക്കൾ 3 ആളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പം ഞാൻ അന്വേഷിച്ച് കഴിയുമ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ജോസഫച്ചന് 2000 രൂപ കൊടുത്തിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുകയെന്നാണ് കേട്ടെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്നാണ്ട് ഉടമ്പടി എടുക്കണില്ല, ബൈബിളിൽ പോലും ഇല്ല, അങ്ങനെ അച്ഛന്മാർക്ക് പൈസ കൊടുത്തിട്ട് ഉടമ്പടി എടുക്കുന്നത് ബൈബിളിൽ പോലും ഇല്ല, അപ്പോൾ ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നേ. അപ്പോൾ അങ്ങനെ എൻ്റെ ജോലിയും പോയി. എൻ്റെ മകൾ BSc നേഴ്സിങ്ങിന് പഠിക്കണു. 1 വയസ്സിന് വ്യത്യാസമുള്ളൂ മക്കൾ 2 ആളും തമ്മിൽ. മോൻ BSc റെസ്പിറേറ്ററി പഠിക്കണു. അപ്പം അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന പൈസ ഞാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നപ്പം ഞാൻ എൻ്റെ അമ്മായിയുടെ മകളുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ 1-ാം നിയോഗമായിട്ട് ഞങ്ങളുടെ കട ഒരു ബിൽഡിങ്ങിൻ്റെ പുറകിലായിട്ടാണ് കട ഇരുന്നത്. അപ്പോൾ ആ കടയിൽ നമുക്ക് അത്യാവശ്യം അറിയാവുന്ന വ്യക്തികൾ മാത്രമേ വന്ന് നമുക്ക് കച്ചവടം നടക്കത്തുള്ളൂ. എൻ്റെ ജീവിത പങ്കാളിക്ക് ചിക്കൻ്റെ സെൻ്ററായിരുന്നു. അപ്പം തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ഹോട്ടലിൻ്റെ പുറകിലാണ് കട. ആ ഹോട്ടൽ നിർത്തിപ്പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ റൂം തരാമോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്താലും അവർ ആ റൂം തരത്തില്ല. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ച് മാതാവ് ആ മുറി തന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ എന്ന് പലതവണ ചോദിച്ചിട്ടും അവർ ഹോട്ടലിന് മാത്രമേ ആ മുറി കൊടുക്കുകയുള്ളെന്നാണ് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 1-ാമത്തെ നിയോഗമായിട്ട് വെച്ചു. 8-ാമത്തെ ദിവസം ഞാൻ സൺഡേ പള്ളിയിൽ ചെന്നപ്പം ഓണറെ കണ്ടു. ഞാൻ പള്ളിയിൽ വെച്ച് ചോദിച്ചു, ആ കടമുറി ഞങ്ങൾക്ക് തരുമോ എന്ന്. ഞാൻ ചോദിച്ച സെക്കൻഡിൽ തന്നെ അതിനിപ്പോൾ എന്താ, നിങ്ങളാ മുറി എടുത്തോളാൻ പറഞ്ഞ് മാതാവ് എന്നെ അവിടെ വെച്ച് എനിക്ക് ആ നിയോഗം സാധിച്ചു തന്നു. 2-ാമത് എൻ്റെ വീട്, ഞങ്ങൾ നന്നായിട്ട് സാമ്പത്തിക ടൈറ്റിലായി. അപ്പോൾ വീട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2-ാമത്തെ നിയോഗം വെച്ചത്. 1-ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ചു, നടന്നില്ല. 2-ാമത് പുതുക്കിയപ്പോൾ വെച്ചപ്പോഴും നടന്നില്ല. അപ്പോൾ ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നല്ല വിലയ്ക്ക് വിറ്റ് പോണ സ്ഥലം ഒരു കാരണവശാലും മാതാവ് അത് ചെറിയ വിലയ്ക്ക് വിൽക്കാനായിട്ട് സമ്മതിക്കത്തില്ല എന്ന് കേട്ടു. അപ്പം ഞാൻ അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ വീട് എന്നാണെങ്കിലും വിറ്റ് പോകത്തില്ല എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് 15 വർഷമായിട്ട് വഴിയില്ല, ഒരു ഇടുങ്ങിയ തൊണ്ട, നമുക്ക് ഒരാൾക്ക് നന്നായിട്ട് നടന്നു പോകാൻ പോലും പറ്റത്തില്ല. അങ്ങനെയാണ് വീട് വിൽക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പം ഞാൻ 3-ാമത് ഉടമ്പടി പുതുക്കാൻ നേരത്ത് ഉടമ്പടിയിലെ വീട്ടിലേക്ക് വഴി കിട്ടാനായിട്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ചു. വഴി കിട്ടാനായിട്ട് നിയോഗം വെച്ചിട്ട് ഞാൻ രാവിലെ പള്ളിയിലേക്ക് പോകാൻ നേരത്ത് ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വഴി തരാനായിട്ട് ചോദിച്ചിരുന്ന ആളുടെ പറമ്പിൽ കൂടെ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് പള്ളിയിൽ പോയി. ആ ഉപ്പിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം ആ തൊണ്ടിൽ 2-3 ആഞ്ഞിലി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ ആഞ്ഞിലി ഞങ്ങൾ വെട്ടാൻ പോവാമെന്നും നിങ്ങൾക്ക് വഴി തരാമെന്നും പറഞ്ഞു. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി അവരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വഴി തരാം. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സെൻറ്റിന് 3 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ വിലയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആ സമയത്ത് 1 രൂപ പോലും ഇല്ല. എന്നാലും ഞങ്ങൾ ചെന്ന് ചോദിച്ചു, അവർ വഴി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും വില പറയണുണ്ടോ എന്ന്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വിലയൊന്നും പറയണില്ല, ചേട്ടൻ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ 1,80,000 രൂപയ്ക്ക് ഞങ്ങൾക്ക് 2.25 സെൻറ്റ് സ്ഥലം തന്നു. അപ്പം 2 സുഹൃത്തുക്കളോടായിട്ട് 1.5 ലക്ഷം രൂപ മേടിച്ച് എഗ്രിമെൻ്റായിട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ 1 രൂപ പോലും ഇല്ല. ഞാൻ കാശ് രൂപവും കയ്യിൽ പിടിച്ച് ബാങ്കിൽ ചെന്ന് 3 ലക്ഷം രൂപയ്ക്ക് ലോൺ വെച്ചു. ആ സെക്കൻഡിൽ തന്നെ എൻ്റെ നോമിനിയായിട്ട് എൻ്റെ ജീവിത പങ്കാളി ഒരു സൈൻ പോലും ചെയ്യാതെ 8 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ലോൺ സാങ്ഷനായിട്ട് അവിടെ നിന്ന് ആ പൈസ ലഭിച്ച് ഞങ്ങൾ വഴി മേടിച്ചു. ഞങ്ങളുടെ വിചാരം വഴി വാങ്ങിച്ച് കഴിയുമ്പോൾ തന്നെ വീട്ടിലേക്ക് വണ്ടി കയറുമെന്നാണ്. വീട് പൊക്കത്തും വഴി താന്നുമായി കിടക്കുന്നത്. അപ്പോൾ JCB ഒന്ന് വണ്ടി കയറ്റണ രീതിയിൽ വണ്ടി എടുത്തു. മഴിയൊക്കെ കഴിഞ്ഞപ്പം പിന്നെ കല്ലിറക്കി പണിയേണ്ട വന്നു. പണിക്കാർ വന്നപ്പോൾ 1 ലോഡ് കല്ലെന്ന് പറഞ്ഞിട്ട് 5 ലോഡ് കല്ലും 5 ആളുകളും നിന്ന് 5 ദിവസം പണിയേണ്ട വന്നു. 1 രൂപ പോലും ഇല്ലാതിരുന്ന ആ വഴി എങ്ങനെ ഇത്ര ഭംഗിയായിട്ട് എടുത്തെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾക്ക് അതിനകത്തൊരു പോസ്റ്റ് ഇടണമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വഴി തന്നെ ആ ചേട്ടൻ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും വഴിയല്ലേ ഉള്ളൂ, നിങ്ങൾ എൻ്റെ പറമ്പിലേക്ക് പോസ്റ്റ് ഇറക്കിയിട്ടോളാൻ. അങ്ങനെ 10 അടി വഴി മേടിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് 12 അടിയായിട്ട് നല്ല ഭംഗിയായിട്ട് ആ വഴി ഞങ്ങൾക്ക് ക്രമീകരിച്ച് കിട്ടി. ഇനി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നീട് എനിക്ക് എൻ്റെ ജോലിയില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു നിയോഗം വെച്ചു, അമ്മയെ മാതാവേ എനിക്ക് അമ്മയൊരു ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ നിയോഗം വെച്ച് കഴിഞ്ഞപ്പം ഞാൻ പഴയ സാലറി തന്നെ
ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ ഒരു നല്ല ജോലി എനിക്ക് കിട്ടി. ആ ജോലി എനിക്ക് 50 കിലോമീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഡ്രൈവ് ചെയ്ത് പോകാനുണ്ട്. എന്നാലും എനിക്ക് നല്ലൊരു ജോലി മാതാവ് തന്ന് എന്നെ അനുഗ്രഹിച്ചു. 4ാമത് എൻ്റെ ജീവിത പങ്കാളിക്ക് എല്ലാ ദിവസവും പനിയാണ്. മാസത്തിലൊരു 2 തവണ വെച്ച് പനി വരും. പനി വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 105-104 ഡിഗ്രി പനിയിൽ വിറച്ച് തുള്ളി നന്നായിട്ട് പനിക്കും. അതൊരു 2 ആഴ്ചയോളം നമ്മൾ പനിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവും. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ ഇതുപോലെ തന്നെ പനി വരും. അങ്ങനെ ഞങ്ങൾ മടുത്തു. അപ്പോൾ ഒരു ദിവസം കടയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നല്ല തലവേദനയാണ്. അങ്ങനെ കിടന്നു. അപ്പോൾ ഞാൻ വിശുദ്ധ തൈലം റുഷ്മ ചെയ്ത് വിശ്വാസ പ്രമാണം നെറ്റിയിലും നെഞ്ചത്തും പുരട്ടി കൊടുത്തു. അതിനുശേഷം എൻ്റെ ഉടമ്പടി കാശ് രൂപം കയ്യിൽ കൊടുത്തിട്ട് ഇപ്പോൾ ബുധനാഴ്ച പിറ്റേ ദിവസം ഉപവാസമായ കാരണം ഞാൻ എന്തെങ്കിലും കഴിക്കാനായിട്ട് ചെന്ന് കഴിച്ചിട്ട് തിരിച്ചു വരുമ്പം വെട്ടി വയർത്ത് ബെഡിൽ കിടക്കുക. അന്ന് വിട്ട ആ പനി ഇന്ന് ഈ നിമിഷം വരെ പനിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം എനിക്കും എൻ്റെ 2 മക്കൾക്കും ഒരേ ആഴ്ചയിൽ 2 തവണ പനിച്ചിട്ടും എൻ്റെ ജീവിത പങ്കാളിനെ അന്ന് മുതൽ ഇന്ന് വരെ പനിച്ചിട്ടില്ല. അങ്ങനെ ഒരനുഗ്രഹം മാതാവ് തന്ന് എന്നെ കാത്തു പരിപാലിച്ചു. പിന്നെ എൻ്റെ മോൻ BSc റെസ്പിറേറ്ററി ആണ് പഠിക്കുന്നത്. അപ്പം 4th സെമ്മ് കഴിഞ്ഞതോടുകൂടി 5th സെമ്മിന് പുള്ളിക്ക് എലിജിബിലിറ്റി കിട്ടിയില്ല. ഭയങ്കര ഉഴപ്പായിരുന്നു. ഒരക്ഷരം പഠിക്കത്തില്ല. ഓരോ സെമ്മിനും 1 മാസത്തോളം സെം ബ്രേക്ക് ഉണ്ട്. വീട്ടിൽ വന്നു കഴിയുമ്പോൾ പഠിക്കാൻ പറഞ്ഞാൽ എന്നെ പേടിപ്പിക്കും. എന്നിട്ട് 6 സപ്ലി ഉണ്ടായിരുന്നു. എഴുതി കഴിഞ്ഞപ്പം ഞാൻ കൊന്ത ചൊല്ലി സമയം ഫുള്ള് പരീക്ഷ എഴുതുന്ന സമയം ഫുള്ള് ഞാനിരുന്ന് പഠിക്കും. ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു ഈ വിഷയങ്ങൾക്ക് ജയിച്ചാൽ മോൻ മാതാവിൻ്റെ അടുത്ത് വന്നു മാതാവിനെ കാണുമെന്ന് പറയണമെന്ന് പറഞ്ഞു. അവൻ എഴുതി ആ സപ്ലി. എനിക്കിപ്പോഴും അറിയത്തില്ല, പുസ്തകം തുറന്ന് നോക്കാതെ പോയി എഴുതി. എങ്ങനെയാണേലും 6 സപ്ലി അവൻ എഴുതിയെടുത്തു. പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞ ആൾ തിരിച്ചു പോയി. അങ്ങനെ 1000 കാര്യങ്ങൾ ചെറുതും വലുതുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ എന്ത് ചോദിച്ചാലും മാതാവ് അത് തരാറുണ്ട്. ഇപ്പോൾ 1 രൂപയ്ക്ക് നമുക്ക് ടൈറ്റാണെങ്കിൽ പോലും ആരെ വിളിച്ച് ചോദിക്കണോ അപ്പം തന്നെ ആ പൈസ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും. ഞാനിവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയം മുഴുവനും അച്ഛൻ്റെ സ്പീച്ചും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും കേട്ടോണ്ടാണ് പോകണേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറയും, ഇങ്ങനെ കേട്ടോണ്ട് പോയാൽ ശ്രദ്ധ മാറിപ്പോകുന്നു. പക്ഷേ ഇന്ന് വരെ എനിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പം വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പം ഇവിടെ ഒന്ന് ജോസഫ് അച്ഛനെ കണ്ട അച്ഛനെനിക്ക് കാശ് രൂപം വെഞ്ചരിച്ച് തന്ന് ബ്ലസ് ചെയ്ത് വെട്ടിട്ടുണ്ടായിരുന്നു. ആ കാശ് രൂപത്തിനൊരു അപാര ശക്തിയാണ്. അത് കഴുത്തിൽ ഇട്ടിട്ട് ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. എന്ത് ചോദിച്ചാലും മാതാവ് നടത്തിത്തരും. അതുപോലെ എത്രയോ തവണ അപകടങ്ങൾക്ക് വണ്ടിയുടെ മുമ്പിൽ ചെന്ന് ആടിയാലും എനിക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത്രയ്ക്ക് ഇതായിട്ടാണ് പോണേ. പെരും മഴയത്തൊക്കെ ഡ്രൈവ് ചെയ്താലും ഇന്ന് വരെ ഇതും എനിക്ക് വന്നിട്ടില്ല. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം ഞാൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ് കൊടുക്കുന്നത്. ഇങ്ങോട്ട് വേണ്ട എന്ന് പറയുന്ന ചേട്ടന്മാർക്ക് ഞാൻ നിർബന്ധിച്ച് പത്രം അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ഈ പത്രം നിങ്ങളുടെ വണ്ടിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഓട്ടം കിട്ടിയില്ലെങ്കിൽ നാളെ ഞാൻ ഇതിൽ തിരിച്ചു വരുമ്പം ഈ സമയത്ത് ഞാൻ വരും, നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നോളാൻ പറഞ്ഞ് ആ പത്രം അവർക്ക് കൊടുത്തിട്ട് വരും. അല്ലാതെ ഹോസ്പിറ്റലിൽ ഞാൻ കൊടുക്കാറില്ല. എല്ലാ ബുധനാഴ്ചയും 7 പൊതി ചോറ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടേ കൊടുക്കും. 15 ദിവസം കൂടുമ്പം കുമ്പസാരിച്ച് കുർബാന കൊള്ളാറുണ്ട്. അതുപോലെ എനിക്ക് ഒരു ദിവസം ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ മാതാവിനെ സ്വപ്നത്തിൽ കാണാനായിട്ട് സാധിച്ചു. നീല മേലങ്കി ധരിച്ച മാതാവ് ചിരിച്ചുകൊണ്ട് കൃപാസന മാതാവിൻ്റെ നെഞ്ചിൽ കടികാരം ചാർത്തി വരുമ്പോൾ നെഞ്ചിൽ കടികാരരുണ്ടായിരുന്നു. മാതാവ് എൻ്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ദൂരേക്ക് മാറിപ്പോയി. അങ്ങനെ ഒരു 3 തവണ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഇവിടെ വന്ന് നിന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു കൊന്ത മുഴുവൻ മുട്ടുമേലെ നിന്ന് ചെല്ലി തിരിച്ചു പോകാൻ നേരത്തും എനിക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ പോവുകയാണ്, ഈ നേരം വരെ എനിക്കൊരു സാന്നിധ്യം ഉണ്ടായില്ല, ഞാനിവിടെ വന്നു, മാതാവ് എന്നെ വിട്ടു പോയിട്ടില്ല എന്നെനിക്കൊരു അടയാളം തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്കൊന്നും ഉണ്ടായില്ല. നിത്യാരാധന ചാപ്പലിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് ഞാൻ ഒന്നോടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇളം തണുപ്പ് കാറ്റോടുകൂടി നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഒരു 3 സെക്കൻഡ് നേരത്തേക്ക് എന്നെ തഴുകിപ്പോയി. അതുപോലെ തന്നെ ഒരുപാട് തവണ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വീട്ടിൽ പ്രാർത്ഥിക്കാൻ നേരത്ത് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ജീവിത പങ്കാളി കട തുറക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് കരിനീല തിരി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കരിനീല തിരി കത്തിച്ച് വെച്ചിട്ട് ചൊല്ലുന്ന രാവിലെ വൈകുന്നേരം അങ്ങനെയാണ് കട തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതേന്ന് ഒഴുകി വന്ന മെഴുകയിൽ മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അതും അത്രയ്ക്ക് എന്നെക്കാളും വിശ്വാസമായി എൻ്റെ ജീവിത പങ്കാളിക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് മാതാവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്.
വ്യക്തിപരമായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പ്രാർത്ഥനയിൽ ഒരുപാട് വളരാനായിട്ട് സാധിച്ചു. മറ്റേ ഞാൻ സന്ധ്യാപ്രാർത്ഥന കഴിക്കും, രാവിലെ എഴുന്നേക്കോ ഇല്ല, പ്രാർത്ഥിക്കത്തോ ഇല്ലായിരുന്നു. ഇപ്പോൾ 5 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഞങ്ങളുടേതായ നമസ്കാരങ്ങളെല്ലാം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ എപ്പോഴും ഞാൻ എപ്പോഴും ബൈബിൾ വായിക്കും, സാക്ഷ്യങ്ങൾ കേൾക്കും. മറ്റൊന്നും ഞാൻ TV യോ ഫോണിലോ ഒന്നും ഞാൻ കാണാറില്ല. അതുപോലെ ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ദൈവസ്നേഹത്തിൽ എനിക്ക് ഒട്ടി നിൽക്കാനായിട്ട് സാധിക്കണുണ്ട്. അതിനു മുമ്പ് എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എത്ര ഇടിയും മഴയും കാറ്റുവാണെങ്കിൽ പോലും ഞാൻ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ ഞാൻ പങ്കെടുക്കും. എൻ്റെ വീട്ടിൽ നിന്ന് പോകരുതെന്ന് പറഞ്ഞാൽ വരെ ഞങ്ങൾക്ക് നിത്യ കുർബാനയുള്ള പള്ളിയാണ്. അപ്പോൾ എല്ലാ ദിവസവും പോയി ഞാൻ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. ഒരു വല്ലാത്ത ദാഹം എനിക്കുണ്ടായി എൻ്റെ കർത്താവിനെ കാണാനായിട്ട്. ഒരു ദിവസം പോലും കർത്താവിനെ കാണാതിരിക്കാൻ പറ്റാത്ത ഒരു ദാഹത്തിലേക്ക് ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്.